NP ചെക്കുട്ടി, ഇന്ന് സഞ്ജയ് സിംഗ് MPക്കെതിരെ തെളിവുകളില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നതും EDക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും. ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഊർജം പകരുന്ന, അവരുടെ നിലപാടുകളെ സാധൂകരിക്കുന്ന ഒരു കോടതി ഇടപെടലായി താങ്കൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ഈ അന്തരീക്ഷത്തിൽ ഈ കേസ് അമിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അതിൻ്റെ ഏജൻസികൾ ശ്രമം നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി മുഖ്യമന്ത്രിയെ, രാജ്യത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് തീർച്ചയായും കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താനുള്ള, അവരുടെ മേൽ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അത് തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചടിക്കാൻ 2-3 തലങ്ങളിൽ തുടങ്ങി. ഒന്ന്, പൊതുസമൂഹത്തിന് മുമ്പിൽ, പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് BJP നേരിടുന്നത്. ഡൽഹിയിൽ കണ്ട റാലിയിലുണ്ടായിരുന്ന ആവേശം, 2-3 പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് സുനിത കേജ്രിവാൾ അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഒരു വലിയ കോടാലിക്കൈയായി മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം ഏജൻസികളെ ദീർഘകാലമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദുരുപയോഗം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഈ ആഴ്ചകളിൽ പൊതുസമൂഹത്തിൻ്റെ, രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ലജ്ജാവഹമായ ഒരു അന്തരീക്ഷത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ വെറും ഏജന്റുമാരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ ലോക സമൂഹത്തിന് മുമ്പിൽ, രാജ്യസമൂഹത്തിന് മുമ്പിൽ വളരെ പ്രകടമായിരിക്കുന്നു. ഇതെല്ലാം തന്നെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വലിയ ആപത്തുണ്ടാക്കുന്നതാണ്. ഒരു വലിയ തരത്തിലുള്ള ഒരു ജനങ്ങളുടെ ഒരു സമീപനം അവർ ഈ സർക്കാരിനെതിരായിട്ട്, ഈ ഭരണകക്ഷിക്കെതിരായിട്ട്, അതിൻ്റെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഉപകരണങ്ങളെ ദുരുപയോഗത്തിനെതിരായിട്ട് വളർന്നു വരുന്നുണ്ട്. ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ ആപത്തിലേക്ക് BJP ചാടുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ആപൽക്കരമായിട്ടുള്ള, വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിപ്പെടുന്നത്, കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷി എത്തിപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, രാഷ്ട്രീയത്തിലെ ഗതിമാറ്റങ്ങൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഇത്തവണ അത് വളരെ വളരെ പ്രകടമായി രാജ്യമെങ്ങും ആഞ്ഞടിക്കുന്ന ഒരു അന്തരീക്ഷം വികസിച്ചു വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. ശ്രീ NP ചെക്കുട്ടി, മാത്രമല്ല ഇന്നിപ്പോൾ അതിഷിയെ പോലെയുള്ള ഡൽഹിയിലെ ഒരു മന്ത്രി പറയുകയാണ്, അതിഷിക്കും ഉണ്ടായി ഒരു ക്ഷണം BJPയിലേക്ക്, നിങ്ങളുടെ പൊളിറ്റിക്കൽ കരിയർ വളർത്തണമെങ്കിൽ BJPയിലേക്ക് വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10, 15, 20, 25 കോടി MLA-മാർക്ക് വാഗ്ദാനം ചെയ്ത് ഡൽഹിയിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ BJP തുടങ്ങിയിട്ടുണ്ട് എന്ന ആക്ഷേപം ആം ആദ്മി പാർട്ടിക്കാർ ഉയർത്തുകയാണ്. അവിടെ അരവിന്ദ് കെജ്രിവാൾ അടക്കം ഈ പാർട്ടിയിലെ സ്ഥാപക നേതാക്കൾ ജയിലിൽ കഴിയുകയാണ്. പുറത്ത് അവർക്ക് ഊർജം പകരാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി BJP പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു ശക്തി മറുഭാഗത്തുണ്ടെന്ന് താങ്കളിലെ നിരീക്ഷകൻ കാണുന്നുണ്ടോ? അതായത് ഇന്ത്യ എന്ന കൂട്ടായ്മ, അതോടൊപ്പം തന്നെ ഇവിടെ ജയിലിൽ കിടന്നുകൊണ്ട് ഡൽഹിയെ ഭരിക്കാൻ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാൾ, ഇപ്പോൾ സഞ്ജയ് സിംഗ് MPക്ക് കിട്ടിയിരിക്കുന്ന ജാമ്യവും EDക്കെതിരായിട്ടുള്ള വിധിയെഴുത്തും, ഇതിനെല്ലാം ഒരു രാഷ്ട്രീയ ഊർജ്ജമായി തെരഞ്ഞെടുപ്പിൽ ഗുണകരമാക്കി മാറ്റാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുമോ? ഇതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അമിതമായിട്ടുള്ള സമ്മർദ്ദം കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, അനാവശ്യമായ സമ്മർദ്ദങ്ങൾ, ഭരണയന്ത്രത്തിൻ്റെ ദുരുപയോഗം, ഇതെന്നൊക്കെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടോ അന്നൊക്കെ ജനങ്ങൾ ഭരണകക്ഷിക്കെതിരായിട്ട് തിരിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, എനിക്ക് നന്നായിട്ട് അറിയുന്നൊരു ഉദാഹരണം 77 തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് ഏറ്റ അതിശക്തമായ തിരിച്ചടിയാണ്. അന്ന് യഥാർത്ഥത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ വളരെ വളരെ സ്കാറ്റേഡ് ആയിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ
കക്ഷികളുടെ നേതാക്കളിൽ മഹാഭൂരിപക്ഷം ജയിലിലായിരുന്നു. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐക്യവും ഈ കക്ഷികൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. കീരിയും പാമ്പും പോലെയുള്ള കക്ഷികളായിരുന്നു അവരിൽ പലരും. പക്ഷെ അവരൊക്കെ തന്നെ 77-ൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ അത് എടുത്തിട്ടുള്ളൂ. 77-ൽ ജയപ്രകാശ് നാരായണന്റെ ലീഡർഷിപ്പിൽ ജനതാ പാർട്ടി എന്ന കക്ഷിയുടെ രൂപീകരണവും പ്രവർത്തനവും ജയിലിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിശക്തമായൊരു ജനകീയ പ്രക്ഷോഭം, ഒരു ജനകീയ ഐക്യനിര രാജ്യത്ത് 77-ൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വളരെ ഈ 10-30 വർഷത്തിന് ശേഷം 10-40 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ യോജിക്കാൻ വളരെ ചുരുങ്ങിയ സമയം മതി. കാരണം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ ഭരണകക്ഷി പൂർണ്ണമായും തിരസ്കരിക്കുകയാണ്. അതാണ് പ്രശ്നം. രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം, അജണ്ടകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഭരണകക്ഷിക്കായാലും ശരി പ്രതിപക്ഷത്തിനായാലും ഉണ്ടാവണം. ഇത് ഭരണകക്ഷിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനോടോ പാർലമെൻ്ററി സിസ്റ്റത്തോടോ ജനാധിപത്യത്തോടോ ഒരു കൂറും മതിപ്പും ബഹുമാനവും ഇല്ല എന്ന് അവർ പലതവണ കാണിച്ചിട്ടുണ്ട്. പലതവണ അവർ ഗവർണർമാരെ ദുരുപയോഗം ചെയ്തുകൊണ്ടായാലും ശരി, ഏജന്റുമാർ ഉപയോഗിച്ചാലും ശരി, പിന്നെ യഥാർത്ഥത്തിൽ അമിതമായി പണം തള്ളിക്കൊണ്ട് ആളുകളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായാലും ശരി, ബോണ്ടുകൾ പൂർണ്ണമായിട്ടും തങ്ങളുടെ കീശയിലേക്ക് ആക്കുന്നതായാലും ശരി, ഇങ്ങനെ 100,000 വഴികളിലൂടെ അവർ ചെയ്യുന്നുണ്ട്. അതിഷി പറഞ്ഞത് ശരിയാണ്. അതിഷി മാത്രമല്ല, നിരവധി ആളുകൾ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ട്. നിരവധി ആളുകളെ അനാവശ്യമായിട്ട് അവർ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. പലരും അതിന് സമ്മർദ്ദത്തിന് വിധേയരായിട്ടുണ്ട്. പക്ഷേ രാജ്യമെങ്ങും അതിനെക്കുറിച്ചുള്ള അവബോധം വളർന്നു വരികയാണ്. ഈ അവബോധം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയായിട്ട് മാറുകയാണ്. 26 നമ്മൾ കേരളത്തിൽ 26-നാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ വോട്ടെടുപ്പ് തുടങ്ങി. ഈ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോഴേക്കും ഈ ജനകീയമായിട്ടുള്ള പ്രതിഷേധം, ഈ ജനകീയമായ ജാഗ്രത ഒരു വലിയ വൻ ശക്തിയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.